എന്തൊക്കെ ചെയ്തു, എവിടെയൊക്കെ പോയി, ആരെയൊക്കെ കണ്ടു, ആ പഴയ കാര്യങ്ങളൊക്കെ അങ്ങനെ ഓർത്ത് ഇനി എനിക്കതുപോലെ പറ്റും, ഞാൻ അങ്ങനെ ചെയ്യും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ആരോഗ്യം 1 മാസം കഴിയുമ്പോഴേക്കും എൻ്റർലി ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ജീവിതം തന്നെ മാറ്റിമറിക്കും. നമ്മൾ ഓരോ കാര്യങ്ങളും വയസ്സായ ആൾക്കാരാകുമ്പോൾ നമ്മൾ ചെയ്യാവുന്നത്, നമ്മൾ ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓരോന്ന് ഓർക്കാം. രാത്രി കിടക്കാൻ നേരത്ത് നിന്ന് കാലത്ത് തുടങ്ങിയിട്ട് വൈകുന്നേരം വരെ ചെയ്ത ഓരോ കാര്യങ്ങളും എണീറ്റപ്പോൾ എന്ത് ചെയ്തു, പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥിച്ചു, പല്ല് തേച്ചെങ്കിൽ പല്ല് തേച്ചു, എന്താണോ അതെന്തെങ്കിലും നമ്മൾ എല്ലാം ഓർക്കുക. ഓർത്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും തമാശ ഉണ്ടായിരുന്നെങ്കിൽ അത് ഓർക്കുക, എന്തെങ്കിലും സന്തോഷം ഉണ്ടായ കാര്യം ഉണ്ടെങ്കിൽ അത് ഓർക്കുക, ചിരിക്കാൻ പറ്റിയ കാര്യമാണെങ്കിൽ ചിരിക്കുക. അങ്ങനെ നല്ല സന്തോഷമായിട്ടുള്ള ഓർമ്മകളോടുകൂടി ഉറങ്ങുക. നേരം വെളുക്കുമ്പോൾ ഒരു പുതുജീവൻ കിട്ടിയ പോലെ നമുക്ക് തോന്നും. ഒത്തിരി ആനന്ദിക്കുക. നമ്മുടെ ജീവിതം നമുക്ക് ആനന്ദിക്കാനുള്ളതാണ്, കരഞ്ഞു തീർക്കാനുള്ളതല്ല, ആനന്ദിച്ച് ഉല്ലസിക്കാനുള്ളതാണ്. അതിനാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം.